കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ബ്രിട്ടീഷ് പൗരത്വത്തിൽ റിപ്പോർട്ട് തേടി കോടതി. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കേന്ദ്രത്തോട് അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. രാഹുൽ ബ്രിട്ടീഷ് പൗരനെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള 2 ഹർജികളിലാണ് കോടതിയുടെ നടപടി. ഗൗതം ഒപ്പം ചേരുന്നു. ഗൗതം, പറയും. കൃഷ്ണരാജെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന ഒരു കേസാണ് ഇത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പൗരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന 2 ഹർജികളാണ് നിലവിലുള്ളത്. കാരണം രാഹുൽ ബ്രിട്ടീഷ് പൗരനാണ് എന്നാണ് ഈ 2 ഹർജികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒരു ഹർജി കർണാടകയിലെ ഒരു പൊതുപ്രവർത്തകൻ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം UK-യിലെ ചില കോൺഫിഡൻഷ്യലായ ഡോക്യുമെന്റുകൾ കണ്ടിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റേത്. അതിനകത്തെല്ലാം രാഹുലിൻ്റെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പും മറ്റുമില്ലാതെ, അനുമതിയില്ലാതെ അത്തരം ഡോക്യുമെന്റുകൾ ബ്രിട്ടീഷ് സർക്കാർ പുറത്ത് കാണിക്കില്ല, പ്രസിദ്ധീകരിക്കുകയില്ല. അതാണ് ബ്രിട്ടനിലെ നിയമം എന്നത്. അതിനാലാണിത് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം. അത് വിദേശത്തേക്ക് നീളുന്ന രീതിയിലുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നതാണ് ഈ ഹർജിക്കാരൻ്റെ ആവശ്യം. അതിനാൽ CBI അന്വേഷണമാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. നേരത്തെ 2 തവണ ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചു, പക്ഷേ അതിൽ കാര്യമായ മറുപടിയൊന്നും ലഭിച്ചിരുന്നില്ല. അതിനാൽ CBIയെ കൊണ്ട് ഈ ബ്രിട്ടീഷ് പൗരത്വം രാഹുൽ ഗാന്ധിയുടേത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം വേണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് BJP നേതാവായ സുബ്രഹ്മണ്യ സ്വാമി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള മറ്റൊരു കേസിൽ പറയുന്നതും സമാനമായ വിഷയമാണ്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് തനിക്ക് കൃത്യമായ തെളിവുകൾ പലതവണ ലഭിച്ചിരുന്നു. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും കൃത്യമായ അന്വേഷണം നടത്തി നടപടികളിലേക്ക് കടക്കണമെന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയും ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഈ വിഷയമാണ് അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്ന ഘട്ടത്തിൽ 4 ആഴ്ചത്തെ സമയം കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ 8 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അനുവദിച്ചില്ല. 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ മറുപടി നൽകണം എന്നതാണ് കേന്ദ്ര സർക്കാരിനോട് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത മാസം ഏപ്രിൽ മാസം 21-ാം തീയതി ഈ 2 ഹർജികളും വീണ്ടും അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വിശദമായി തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.